മീഡിയയിലൂടെ ദൈവരാജ്യ ശുശ്രൂഷയോ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നത് തന്നെ ചിലർ കഷ്ടപ്പെട്ടിട്ടാണ് പോണത്. പിന്നെ ഓക്കെ, ഇപ്പം അതൊക്കെ ഒരു ശീലമായി. ചിലപ്പോൾ പള്ളിയിൽ പോകാം, പക്ഷേ ഓൺലൈനിൽ വചനം കേൾക്കുക, യൂട്യൂബിൽ വചനം കേൾക്കുക, ഫേസ്ബുക്കിൽ വചനം കേൾക്കുക, വാട്സപ്പിൽ വചനം. ഇതൊരു വല്ലാത്ത പരിപാടിയാണല്ലോ. ചിലർക്ക് ഈ ട്രഡീഷണലായ ചില വഴികൾ മാത്രം ശീലിച്ച് പോയവർക്ക് ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചിലർക്ക് ഇത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വഴികൾ ബിറ്ററായിട്ട് തോന്നുന്നു, ബിറ്റർ എക്സ്പീരിയൻസ്. പക്ഷേ ഇതൊക്കെ നശിപ്പിക്കും, ഇതെല്ലാം ചീത്തയാണല്ലോ എന്ന്. അതങ്ങനെയാണ് കുറേ പേർക്ക്. എല്ലാം ആദ്യം കാണുമ്പോൾ ചീത്തയായിട്ട് തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തരുന്നത് എല്ലാ കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം. നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം.